ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോളിഫ്ലവർ കൊണ്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി കഴുകി വെച്ച കോളിഫ്ലവറാണ്. എന്നാൽ പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? പാത്രം ചൂടായിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഓണിയൻ ഞാൻ മുറിച്ച് വെച്ചതുണ്ട്. ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു കൊടുക്കും. ഇതിലേക്ക് ഒരു 3 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരട്ടെ. മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. സിമ്മിലിട്ട് വെച്ചാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ഓറഞ്ചിൻ്റെ ജ്യൂസ് ആയത് ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ജ്യൂസ് വറ്റി വരണം. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇതൊന്ന് വെന്ത് വരട്ടെ. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റി വരണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുക്കാം. ആ പുളി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് അത് പഞ്ചസാര ഇടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. കുറച്ചും കൂടി ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു പുതിയ ടൈപ്പ് ഡിഷ് തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. ഇതിൽ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതിൽ എരിവോ മസാലകളോ ഒരുപാട് സോസുകളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ് ഇത്. കോളിഫ്ലവർ കഴിക്കാത്ത കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.